നീ എൻ സ്വന്തം ഭാഗം 58. ചെറിയമ്മ ജാൻവിയും കനികയും പിന്നെ എൻ്റെ അമ്മ പ്രയാഗയും ഞാനും കൂടി പോകാം. അതിനുശേഷം നിങ്ങളെല്ലാവരും കൂടി വന്നാൽ മതി. ഇപ്പോൾ കേരളത്തിലെ ഏതോ ഫെസ്റ്റിവൽ നടക്കാൻ പോവുകയല്ലേ, വിഷുവോ അങ്ങനെയെന്തോ. അപ്പോൾ അതിൽ പങ്കെടുക്കാൻ പോകുന്നത് പോലെ എല്ലാവർക്കും കൂടി പോയാൽ മതി. എന്നിട്ട് അവിടെ ചെന്നിട്ട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. നയന സിംഹ പറഞ്ഞു. അപ്പോൾ കേരളത്തിൽ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചു. കാരണം ഈ ടെൻഡർ അത്രയും വിലപ്പെട്ടതാണ് നമുക്ക് എന്ന് അശോക് സിംഹയും നാഗേന്ദ്ര സിംഹയും ഒരുപോലെ പറഞ്ഞു. പക്ഷേ ദേവശ്രീ, അവളെ വീട്ടിലേക്ക് പോകാൻ സമ്മതിക്കോ? അവളിനി എന്തെങ്കിലും മുടക്കം പറയോ? ശ്രീദേവിൻ്റെ അച്ഛൻ്റെ സഹോദരി പ്രയാഗയാണ് പറഞ്ഞത്. ഏയ് ഇല്ല, കാരണം ഒരുപാട് നാളായി അവൾ നാട്ടിലേക്ക് പോയിട്ട്. അതുകൊണ്ട് ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ പോകും. പിന്നെ ബാലചന്ദ്രപ്രതാപ് കൂടി ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നും നോക്കാനില്ല. നമുക്കെല്ലാവർക്കും കൂടി പോയേ പറ്റൂ. ദാദയും ദാദിയും കൂടി വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? കേരളത്തിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് നാളായില്ലേ? കനികയാണ് ചോദിച്ചത്. ആലോചിക്കാം. ആദ്യം ഞാൻ ബാലചന്ദ്രനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ടാവാം. അവനായിട്ട് ദേവശ്രീയോട് സംസാരിച്ചാൽ മതി. അതിനുശേഷം നമുക്കെല്ലാവർക്കും കൂടി പോകുന്ന കാര്യം പറയാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. എന്നാൽ പിന്നെ അങ്ങനെയാകട്ടെ. ഏട്ടൻ കോളേജിൽ നിന്ന് വന്ന ഉടനെ തന്നെ സംസാരിക്കണം. അധികം ദിവസങ്ങൾ നീണ്ടുപോകാനില്ല. അറിയാം. എന്തായാലും അവനിങ്ങോട്ട് വരട്ടെ. അവളെ പറഞ്ഞ് അവൻ സമ്മതിപ്പിച്ചോളും, ദാദി പറഞ്ഞു. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേവശ്രീ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് പോകാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് പോകാൻ സമ്മതിക്കും. കാരണം അവൾ അവളുടെ അച്ഛനെയും അമ്മയും കണ്ടിട്ട് ഒത്തിരി നാളായല്ലോ. അതുകൊണ്ട് വേഗം തന്നെ സമ്മതിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴാണെങ്കിൽ ശ്രീദേവും ശരണിയും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ അവൾ പോകാൻ തയ്യാറാകും, അശോക് സിംഹ പറഞ്ഞു. എന്നാൽ പിന്നെ പോകാനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തോളൂ. ഇത്രയും നാളായിട്ട് നമ്മൾ ഇതുവരെ അവളുടെ നാട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. ആദ്യമായിട്ടുള്ള പോക്കല്ലേ. അപ്പോൾ ഇത്തിരി ആഘോഷമായിട്ട് തന്നെ ആയിക്കോട്ടെ. നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും ഒന്നും കുറവ് വരാത്ത രീതിയിലായിക്കോട്ടെ, ദാദിയാണ് പറഞ്ഞത്. അതിനു വേണ്ടതൊക്കെ ഞാൻ ഏർപ്പാടാക്കാം, അശോക് സിംഹയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും സംസാരം അവസാനിപ്പിച്ച് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുമ്പോൾ മുകൾ നിലയിൽ നിന്നും ദേവശ്രീ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ദേവശ്രീ ഫോൺ എടുത്ത് ശ്രീദേവിനെ വിളിച്ചു. ശ്രീദേവിനോട് അവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേൾപ്പിച്ചു. അങ്ങനെയെങ്കിലും നാട്ടിലേക്ക് വരാൻ എൻ്റെ അമ്മയ്ക്ക് പറ്റുമല്ലോ. അതുകൊണ്ട് ധൈര്യമായിട്ട് നാട്ടിലേക്ക് പോരെ. ഈ പ്രാവശ്യം നമുക്ക് ഇവിടെ ആഘോഷിക്കാം. ഇവിടെ അമ്മയെ കാത്ത് കുറേ അതിഥികൾ കൂടിയുണ്ട്, അവൻ പറഞ്ഞു. ശരണി വിളിച്ചപ്പോൾ പറഞ്ഞു അവൾ ഒത്തിരി ഹാപ്പിയാണല്ലേ അവിടെ. അവൾ മാത്രമല്ല, എന്നെ അമ്മയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും ഒത്തിരി സന്തോഷത്തിലാണ് ആ കുട്ടികളൊക്കെ വന്നപ്പോൾ. പക്ഷേ ശ്രീദേവ്, ഇവരൊക്കെ വരുമ്പോൾ ആ കുട്ടികൾ ആരാണെന്ന് ചോദിച്ചാൽ എന്താ പറയാ മോനെ? അവരിവിടെ വന്ന് കണ്ട് പരിചയമുണ്ടല്ലോ. അതോർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട. അന്ന് അവർ വന്നത് എൻ്റെ ഫ്രണ്ട്സായിട്ടല്ലേ. ഇവിടെയും അതുപോലെ തന്നെ ആവും വരുന്നത്. ഇവർ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. എല്ലാവരും എന്ന് വെച്ചാൽ മനസ്സിലായി. അതിൽ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും നിൻ്റെ ഫ്രണ്ട്സാണ് അല്ലേ? ദേവശ്രീ ചോദിച്ചതും അമ്മയ്ക്കെങ്ങനെ മനസ്സിലായി? ഞാൻ നിൻ്റെ അമ്മയാണ്, മറക്കരുത്. ഓ, ഞാൻ മറന്നതല്ല. എന്നാലും ഒരെന്നാലുമില്ല. ആ കുട്ടി ഇവിടെ വന്നപ്പോഴെല്ലാം നിൻ്റെ നോട്ടവും നിൻ്റെ പുഞ്ചിരിയും അവൾ കാണാതെ നീ നോക്കുന്നതെല്ലാം നിൻ്റെ അമ്മയായി ഞാനും കണ്ടിരുന്നു. പിന്നെ ആ പ്രായം കഴിഞ്ഞ ഞാനും വന്നത്. ഞാനും പ്രണയിച്ചാണ് വിവാഹം കഴിച്ചത്. അതെൻ്റെ മോൻ മറന്നു പോകുന്നുണ്ടോ? അമ്മ ചോദിച്ചു. ഇല്ല. എന്തായാലും അമ്മ പ്രണയിച്ച് കണ്ടെത്തിയ ആള് തീരെ പോരാ. ആൾക്കൊരു ഹീറോ ലുക്കൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല അമ്മ. അതെന്താ അങ്ങനെ? അവൻ ചോദിച്ചതും നീ നിൻ്റെ അച്ഛനെക്കുറിച്ചാണ് പറയുന്നത്? അതേലോ, എൻ്റെ അച്ഛനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആൾക്ക് ഒരു ഹീറോ പരിവേഷം കൊടുക്കാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ ഒരു നായിക തന്നെയാണ് കേട്ടോ. അമ്മയ്ക്ക് വേറെ ആരെയും കിട്ടിയില്ലേ? ശ്രീദേവ് ചോദിച്ചതും പോടാ അവിടുന്ന്. എനിക്ക് ബാലചന്ദ്രപ്രതാപ് എന്ന നിൻ്റെ അച്ഛനെ മതി. നിൻ്റെ അച്ഛനെ എനിക്ക് കിട്ടിയതുകൊണ്ടാണല്ലോ എനിക്ക് നിന്നെപ്പോലെ ഒരു താന്തോന്നിയായ മോനെ കിട്ടിയത്.
അമ്മേ, ഞാൻ അത്രയ്ക്ക് പ്രശ്നക്കാരനാണോ? ശ്രീദേവ് ചോദിച്ചു. ഉം, പ്രശ്നക്കാരനൊന്നുമല്ല. പക്ഷേ നീ നിന്റെ മുത്തച്ഛനെ പോലെയാണ്. എല്ലാ കാര്യങ്ങളും ചിന്തിക്കുന്നതും ചെയ്യുന്നതും എല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ SRD ഗ്രൂപ്പ് പോലെ തന്നെ ശ്രീദേവ് ശക്തി അല്ലെങ്കിൽ ശക്തി ശ്രീദേവ് എന്ന SS ഗ്രൂപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എൻ്റെ മോനെ പറ്റില്ലല്ലോ. അതും ആരും അറിയാതെ തന്നെ. അമ്മ, അമ്മയ്ക്കിതറിയായിരുന്നോ? പിന്നെ എൻ്റെ അച്ഛൻ ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്യുമെന്ന് എൻ്റെ മോൻ കരുതിയോ? എന്നോട് അഭിപ്രായം ചോദിച്ചിട്ട് തന്നെയാണ് അച്ഛൻ അത് നിനക്ക് കൈമാറിയത്, അമ്മ പറഞ്ഞു. കൊള്ളാം. അപ്പോൾ എനിക്കിട്ട് പാര വെച്ചത് അമ്മയാണല്ലേ? ഞാൻ വിചാരിച്ചു മുത്തച്ഛൻ എന്തിനാ ഇത്ര വാശി പിടിക്കുന്നതെന്ന്. എന്തായാലും ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനായിട്ട് കൊണ്ടുവന്ന SRD ഗ്രൂപ്പ് എന്ന എൻ്റെ ബിസിനസ്സും പിന്നെ എൻ്റെ മുത്തച്ഛനായിട്ട് എന്നെ ഏൽപ്പിച്ച SS ഗ്രൂപ്പും പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ആക്ടിങ്ങും പിന്നെ ഇപ്പോൾ ഇതിനേക്കാളെല്ലാം വലുതായി ഇതിലൂടെ ഞാൻ കണ്ടെത്തിയ എൻ്റെ പെണ്ണും. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ. എൻ്റെ ലൈഫ് ഇങ്ങനെ ബിസിനസ്സും അഭിനയവും മാത്രമായിട്ട് പോകുമെന്ന് കരുതിയെടുത്ത ശ്രീദേവ് എന്ന നടനെ എല്ലാവരും ഇഷ്ടപ്പെടുമ്പോൾ ശ്രീദേവ് എന്ന നടൻ്റെ തിരക്കും സ്റ്റാർഡവും ആരാധകരും ഒന്നും ഇഷ്ടപ്പെടാത്ത ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടാൻ പോകുന്നത് എന്ത് അതിശയമാണ് അല്ലേ അമ്മ? അതെ, നീ പറഞ്ഞപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നിയത്. എൻ്റെ മോനെ ഇഷ്ടപ്പെടാത്ത ഒരു കുട്ടിയോ? അമ്മ ചോദിച്ചു. അമ്മ, അവൾക്ക് എന്നെയല്ല ഇഷ്ടപ്പെടാത്തത്, എൻ്റെ ജോലിയാണ് ഇഷ്ടപ്പെടാത്തത്, അഭിനയം. അവൾക്ക് അവളുടെ ഒപ്പം കൂടെ നടക്കാൻ, അവളെ കൈ കോർത്ത് പിടിച്ച് ഏത് തിരക്കിലും നടക്കുന്ന, തിരക്കുകൾ എന്ന് പറഞ്ഞ് വിശേഷപ്പെട്ട ദിവസങ്ങളിലെ വീട്ടിലെ ഓരോ ഫങ്ഷൻസ് അതിലൊന്നും പങ്കെടുക്കാൻ പറ്റാതെ പോകുന്ന എൻ്റെ ഈ ജോലിയെയാണ് അവൾ ഇഷ്ടപ്പെടാത്തത്. അതിന് കാരണം ഞാൻ പറഞ്ഞില്ലേ, അവളുടെ ചേച്ചിയാണ് ദയ. അവളുടെ വീട്ടിലെ ഓരോ ഫങ്ഷൻസിലും ഒന്നും ദയയ്ക്ക് പങ്കെടുക്കാൻ പറ്റാറില്ല. ദയയ്ക്ക് സങ്കടമുണ്ട്. ആ സങ്കടം അതിനേക്കാൾ ഇരട്ടിയുള്ളത് അവളുടെ സഹോദരിക്കാണ്, അതായത് എൻ്റെ പെണ്ണിനാണ് എന്ന് മാത്രം. അതുകൊണ്ടാണ് അവൾക്ക് എൻ്റെ ജോലിയെ ഇഷ്ടപ്പെടാത്തത്. പക്ഷേ ഞാനും ശരിക്കും അതിൽ നിന്ന് പിന്മാറാൻ ആഗ്രഹിക്കുന്നുണ്ടമ്മ. എനിക്കും തോന്നിയിട്ടുണ്ട് പലപ്പോഴും നമ്മുടെ വീട്ടിലെ തന്നെ പല ഫങ്ഷൻസിനും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോൾ എനിക്ക് ഈ നാടും മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒപ്പമുള്ള ഈ ജീവിതവും എല്ലാം ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് അമ്മ. അതുകൊണ്ട് ഇവിടെ തന്നെ കൂടിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ശ്രീദേവ് പറഞ്ഞു. നിന്റെ ആഗ്രഹം എന്താണെങ്കിലും അതുപോലെ തന്നെ നടക്കട്ടെ. അതിലൊന്നും അഭിപ്രായം പറയാൻ അമ്മ ഇതുവരെ വന്നിട്ടില്ലല്ലോ. നിന്റെ ഇഷ്ടത്തിന് ചെയ്തോളാനല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത്? ദേവശ്രീ ചോദിച്ചു. ആ അമ്മേ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. എൻ്റെ അമ്മയുടെ പേരും എൻ്റെ പെണ്ണിൻ്റെ അമ്മയുടെ പേരും തമ്മിൽ ചെറിയൊരു മാച്ചിങ് ഉണ്ടേ, ശ്രീദേവ് പറഞ്ഞു. അതെന്താ? അവളുടെ അമ്മയുടെ പേര് രൂപശ്രീ എന്നാണ്. അതെയോ? കൊള്ളാലോ. എന്തായാലും അവരെയൊക്കെ എനിക്ക് കാണണമെന്നുണ്ട്. ഈ വരവിന് എന്തായാലും അത് സാധിക്കുമെന്ന് തോന്നുന്നു. ഞാൻ പറയാതെ തന്നെ നാട്ടിലേക്ക് എന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് അവർ. ആദ്യം കുറച്ച് ബലം പിടിക്കാം, അല്ലേ ശ്രീ? അമ്മ ചോദിച്ചു. അതെല്ലാം അമ്മയുടെ ഇഷ്ടം. എപ്പോഴും അച്ഛനെയും അമ്മയെയും കാണണമെന്ന് പറഞ്ഞ് ആഗ്രഹം പറയുന്ന അമ്മയെ എന്തെങ്കിലും പറഞ്ഞ് മുടക്കാറുള്ള ദാദയും ദാദിയും അവരുടെ പെൺമക്കളുമെല്ലാം അല്ലേ? അമ്മയ്ക്ക് വേണമെങ്കിൽ ഒന്ന് വട്ടം ചുറ്റിക്കാം, ശ്രീദേവ് പറഞ്ഞു. ഞാനെന്തായാലും നോക്കട്ടെ. ആദ്യം എൻ്റെ അടുത്തേക്ക് ഈ ആവശ്യവും പറഞ്ഞ് വരാൻ പോകുന്നത് നിന്റെ അച്ഛനായിരിക്കും, അമ്മ പറഞ്ഞു. അത് ശരിയാ, ആദ്യം അവർ അച്ഛനെ വിടും. അത് കഴിഞ്ഞ് അവരാരെങ്കിലും അമ്മയോട് സംസാരിക്കൂ. എന്തായാലും അമ്മയുടെ ഇഷ്ടം പോലെ ചെയ്യ്. എന്തിനും കൂടെ അമ്മയുടെ ശ്രീയുണ്ട് കേട്ടോ. പിന്നെ എന്തൊക്കെയുണ്ട് മോനെ അവിടുത്തെ കാര്യങ്ങൾ? നീ ഗന്ധർവ ക്ഷേത്രത്തിൽ പോയോ? ഇല്ല അമ്മേ. പെട്ടെന്ന് അങ്ങനെ പറഞ്ഞ അവൻ, അയ്യോ ഞാൻ ഒന്ന് ചുമ്മാ പോയി. നാളെ കുളിച്ച് അമ്പലത്തിലൊന്ന് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി. ഒറ്റയ്ക്കാണോ പോയത്, അതോ നിന്റെ പാതിയേയും കൊണ്ടാണോ പോയത്? അമ്മ ചോദിച്ചു. അതെങ്ങനെ അമ്മയ്ക്ക് മനസ്സിലായി? അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ട് കൊച്ചിന് ഇഷ്ടപ്പെട്ടോ അവിടെയെല്ലാം? അമ്മ ചോദിച്ചു. ഒത്തിരി ഇഷ്ടപ്പെട്ടു.
എന്തായാലും നീ നിന്റെ നെറ്റിയിലും മുറിവിനും കയ്യിലും മുറിവിനും എല്ലാം നന്നായി ശ്രദ്ധിക്കണം, നന്നായി റെസ്റ്റ് എടുക്കണം. ഇനി എന്നാണ് നിനക്ക് ഷൂട്ടിങ്ങിന് ജോയിൻ ചെയ്യേണ്ടത്? 4 ദിവസം കൊണ്ട് ഇത് അഴിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ അവിടെ ഉണ്ടാകുന്ന പാടുകളെല്ലാം മേക്കപ്പിലൂടെ മാറ്റാലോ. അതുകൊണ്ട് ഒരു 4 ദിവസം. പിന്നെ ഇനി വരുന്ന ഷൂട്ട് ഇവിടെ തൃശ്ശൂർ തന്നെ ആയതുകൊണ്ട് കുറച്ചുകൂടി എനിക്ക് എളുപ്പമായിരിക്കും പോയിട്ട് വരാൻ, ശ്രീദേവ് പറഞ്ഞു. മോനെ, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. അച്ഛൻ വന്നിട്ടുണ്ട് താഴെ. ഇപ്പോൾ മിക്കവാറും ഇങ്ങോട്ട് കയറി വരും എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഫോൺ കട്ട് ചെയ്തു. രാവിലെ ദക്ഷ തന്നെയാണ് നേരത്തെ കണ്ണു തുറന്നത്. അവളുടെ മേലോട്ട് കാലിട്ടുകൊണ്ട് കിടക്കുകയാണ് രണ്ടുപേരും. അവൾ രണ്ടുപേരുടെയും കാലുകളെല്ലാം മാറ്റി എങ്ങനെയൊക്കെയോ ബെഡിൽ നിന്നും ഇറങ്ങി ജനാലയെല്ലാം തുറന്നിട്ടു. രാവിലെ വരുന്ന തണുപ്പുള്ള ഇളം കാറ്റ്, അതിൽ വരുന്ന പലതരം പൂക്കളുടെ മണം, അത് ആസ്വദിച്ചുകൊണ്ട് അവൾ നിന്നു. പിന്നെ സമയം നോക്കിയപ്പോൾ 6:30 കഴിഞ്ഞിരുന്നു. അവൾ വേഗം തന്നെ ചെന്ന് ഫ്രഷായി. അവൾ ഫ്രഷായി ഇറങ്ങിക്കഴിഞ്ഞ് ബാക്കി രണ്ടുപേരെയും എഴുന്നേൽപ്പിച്ചു. രണ്ടുപേരും എഴുന്നേറ്റ് ഫ്രഷായി വന്നതും അവർ 3 പേരും കൂടി താഴേക്ക് ചെന്നു. അവൾ ഫ്ലോറൽ പ്രിൻ്റോട് കൂടിയ ഒരു കുർത്തിയാണ് അവൾ ഇട്ടത്. 3 പേരും റെഡിയായി താഴെ ചെന്നപ്പോൾ മുത്തശ്ശൻ പത്രവും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് മോർണിംഗ് മക്കളെ, മുത്തശ്ശൻ അവരെ കണ്ടതും പറഞ്ഞു. അവർ തിരിച്ചും പറഞ്ഞു. മുത്തശ്ശി എവിടെ? അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ശരണി ചോദിച്ചു. മുത്തശ്ശി ഇത്രയും നേരം കിച്ചണിലുണ്ടായിരുന്നു. ഇപ്പോൾ റൂമിലേക്ക് പോയിട്ടുണ്ട്. അമ്പലത്തിൽ പോകാൻ റെഡിയാവാൻ പോയതായിരിക്കും. മക്കൾ പോയി ചായ കുടിക്ക്, മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശ, ഏട്ടനൊക്കെ എഴുന്നേറ്റില്ലേ ഇതുവരെ? ശരണി ചോദിച്ചു. അവൻ എഴുന്നേറ്റു. അവനും വിഷുവും റോയും ശങ്കറും എല്ലാവരും കൂടി 5:30 ആയപ്പോഴേ ജോഗിങ്ങിനായിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വരേണ്ട സമയമായി. ഇനി എവിടം വരെ പോയി എന്നറിയില്ല, മുത്തച്ഛൻ പറഞ്ഞു. എന്നാ വാ ചേച്ചിമാരെ, നമുക്ക് പോയി ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ അവരുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് കിച്ചണിലേക്ക് നടന്നു. അവർ ചെന്നപ്പോൾ കിച്ചണിൽ ഒരു ചേച്ചിയുണ്ട്. ഇവരെ കണ്ടതും അവർ ചായ എടുത്തു കൊടുത്തു. ചായയുമായിട്ട് നീണ്ട വരാന്തയിലേക്ക് വന്നു നിന്നു. അവിടെ ഇട്ടിരിക്കുന്ന ബെഞ്ചിൽ ദക്ഷ ഇരുന്നു. അവിടെ ഇരുന്ന് പുറം കാഴ്ചകൾ എല്ലാം കാണാം. അവിടെ ഭംഗിയായിട്ട് തന്നെ ഒരു പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ തക്കാളിയും വെണ്ടയ്ക്കയും പച്ചമുളക് അങ്ങനെ എല്ലാം ഉണ്ടായി കിടക്കുന്നത് കാണാം. അവിടെ കോഴികൾ കൊത്തിപ്പറക്കി നടക്കുന്നുണ്ട്. ഇവിടെ കോഴിയെല്ലാം ഉണ്ടല്ലേ? ശ്രീക്കുട്ടി ചോദിച്ചു. പിന്നെ കോഴിയും ആടും പശുവും എല്ലാം ഉണ്ട്. ഇവിടുത്തെ പശുവിനെ കാണാൻ നല്ല ഭംഗിയാണ്. അധികം പൊക്കമില്ലാത്ത കുഞ്ഞു പശുക്കുട്ടി. പിന്നെ രാവിലെ എഴുന്നേറ്റ് മുത്തശ്ശി ഗോമാതാവിനെ ചെന്ന് തൊഴുതിട്ടാണ് കിച്ചണിലേക്ക് കയറാറ്. പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പിന്നെ അതുങ്ങളെ നോക്കാനായിട്ട് 3 പേരുണ്ട്, ശരണ്യ പറഞ്ഞു. എന്തു ഭംഗിയല്ലേ ഇവിടെ കാണാൻ, അല്ലേ ദക്ഷ? ശ്രീകുട്ടി ചോദിച്ചു. അതെ ചേച്ചി, ആ കവുങ്ങുകൾ കണ്ടോ? അതിനിടയിലൂടെ ഒരു കൈത്തോട് ഒഴുകുന്നുണ്ട്. എപ്പോഴും വെള്ളമുണ്ടാവും. പണ്ടൊക്കെ ഞാനും പിന്നെ ഇവിടെ കുറച്ച് കൂട്ടുകാരുണ്ട് എനിക്ക്. അവരെല്ലാവരും വന്ന് അതിൽ കളിക്കാറുണ്ട്. അതിൽ കുഞ്ഞു കുഞ്ഞു മീനുകൾ ഉണ്ടാവാറുണ്ട്. അതിനെയെല്ലാം പിടിക്കാറുണ്ട്. ഞങ്ങൾ തോർത്തുമായിട്ട് ഇറങ്ങിയായിരുന്നു പിടുത്തം. എന്ത് രസമാണെന്നറിയോ? ഇപ്പോഴും വെള്ളമുണ്ടെന്ന് തോന്നുന്നു. ശ്രദ്ധിച്ചു കേട്ടെ, ശബ്ദം കേൾക്കാൻ പറ്റും. അത്യാവശ്യം വലിയൊരു തോട് തന്നെയാ. മുത്തശ്ശിക്ക് പറഞ്ഞിട്ടാണ്ടോ കൈത്തോടെന്ന് ഞാനും പറഞ്ഞു തുടങ്ങിയത്, ശരണ്യ പറഞ്ഞു. എന്തായാലും അമ്പലത്തിൽ പോയി വന്നിട്ട് നമുക്കൊന്ന് ഇറങ്ങാം, അപ്പോൾ കാണാലോ ഇതെല്ലാം. അവർ സംസാരിച്ചു കൊണ്ട് ചായ കുടിക്കുമ്പോഴാണ് മുത്തശ്ശി അങ്ങോട്ട് വന്നത്. നിങ്ങൾ റെഡിയായോ? മുത്തശ്ശി ചോദിച്ചു. ഇങ്ങനെ പോരെ മുത്തശ്ശി? എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഉടുത്തിരുന്ന ഒരു വൈറ്റ് കുർത്തയും ലെഗിൻസും കാണിച്ചുകൊണ്ട് ശരണി ചോദിച്ചു. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് അത് മതിയെന്ന് പറഞ്ഞു. എന്നാൽ നമുക്ക് ഇറങ്ങിയാലോ? അല്ല മുത്തശ്ശി, ഇവിടെ നിന്നും ജോഗിങ്ങിനെന്ന് പറഞ്ഞു പോയ ഒരെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ, ശരണി പറഞ്ഞു. അവർ എത്താൻ സമയമാവുന്നേ ഉണ്ടാവുള്ളൂ. എത്ര ദൂരം പോയെന്ന് പറയാൻ പറ്റില്ല. നല്ല ഭംഗിയല്ലേ രാവിലെ കാണാൻ, അതുകൊണ്ട് കുറച്ച് ദൂരം അധികം പോയിട്ടുണ്ടാവും, മുത്തശ്ശി പറഞ്ഞു. അവർ പറഞ്ഞുകൊണ്ട് മുൻവശത്തേക്ക് വന്നു. മുത്തശ്ശനോട് യാത്ര പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കണ്ടു ഗേറ്റ് കടന്ന് ഓടി തളർന്നു വരുന്ന ശ്രീദേവിനെയും കൂട്ടരെയും. എല്ലാവരും നന്നായി വിയർത്തിട്ടുണ്ട്. അവരുടെ അടുത്തെത്തിയതും ദക്ഷ ശ്രീദേവിനെ നോക്കി. ഇട്ടിരിക്കുന്ന ബ്ലാക്ക് റൗണ്ട് നെക്ക് ടീഷർട്ട്, അതിന് മുകളിൽ ഒരു ജാക്കറ്റ്. ബ്ലാക്ക് ടീഷർട്ട് മുഴുവനും നനഞ്ഞിരിക്കുന്നുണ്ട്. കഴുത്തിൻ്റെ ഭാഗമെല്ലാം നനഞ്ഞിട്ടുണ്ട്.
ആള് നന്നായി വിയർത്തിട്ടുണ്ടെന്ന് മുഖം കാണുമ്പോൾ തന്നെ അറിയാം. മുഖത്തെല്ലാം വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. മുടിയെല്ലാം പാറിപ്പറന്ന് കിടക്കുന്നു. അവൾ നോക്കുന്നത് കണ്ട് ശ്രീദേവ് അവളെ നോക്കി. നെറ്റിയിലേക്കിട്ട് വളരെ ചെറുതായാണ് കെട്ടിയിരിക്കുന്നത്. എന്നാ ഞങ്ങൾ പോയിട്ട് വരട്ടെ, നിങ്ങൾ ചായയെല്ലാം കുടിച്ചിരിക്കെ, അപ്പോഴേക്കും ഞങ്ങൾ പോയിട്ട് വരാം, മുത്തശ്ശി പറഞ്ഞു. എങ്ങോട്ടാ മുത്തശ്ശി? ഏത് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്? ശ്രീദേവ് ചോദിച്ചു. നമ്മൾ ഇന്നലെ പോയ ക്ഷേത്രത്തിലേക്ക് തന്നെയാണ്. അവിടെ വഴിപാടിനെല്ലാം കൊടുത്തിട്ടുണ്ട്, അതെല്ലാം വാങ്ങണം. പിന്നെ നിങ്ങൾ വരുന്നില്ലല്ലോ? അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ സമയം ഇത്രയായില്ലേ, ഇനിയും വൈകിയാൽ പറ്റില്ല. വേണമെങ്കിൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് പോയിക്കോ, നിങ്ങളെല്ലാവരും കൂടി, മുത്തശ്ശി പറഞ്ഞു. അത് മതി മുത്തശ്ശി, കൈയും കാലും നന്നായി വേദനിക്കുന്നു. ഇനി ഒരടി നടക്കാൻ എനിക്ക് പറ്റില്ല, വിശ്വം പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പടിയിൽ ഇരുന്നു. ശ്രീദേവ് ആ സമയം ദക്ഷയെ നോക്കുകയായിരുന്നു. യാതൊരു ഒരുക്കങ്ങളുമില്ലാതെ ആ കുർത്തയിൽ അവൾ നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു. നെറ്റിയിലൊരു പൊട്ടു മാത്രമാണ് വെച്ചിരിക്കുന്നത് എന്ന് ശ്രീദേവിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവൻ അവളെ നോക്കി ഭംഗിയായി പുഞ്ചിരിച്ചു. തിരിച്ച് അവളും അവനെ നോക്കി പുഞ്ചിരിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങുകയാണേ എന്ന് പറഞ്ഞ് മുത്തശ്ശിയും ദക്ഷയും ശ്രീകുട്ടിയും ശരണ്യയും കൂടി പുറത്തേക്ക് ഇറങ്ങി. കാറിലേക്ക് കയറി. അവർ പോകുന്നത് നോക്കി അവരെല്ലാവരും അവിടെ തന്നെ ഇരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇറ്റ്സ് മീ കാർത്തിക.